ശ്രീ അനിൽ വിളയിൽ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇഡിയുടെ അന്വേഷണം കൂടി ഇനി വരികയാണ്. അതിനായി ഹൈക്കോടതി റാന്നി മജിസ്ട്രേറ്റ് കോടതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് ഔദ്യോഗികമായി തന്നെ കൈമാറാം, അതിന് തടസ്സമില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഡിയുടെ അടുത്ത ഘട്ടം ഗൗരവതരമായ ഒരു അന്വേഷണത്തിലേക്ക് കൂടിയല്ലേ നീങ്ങുന്നത്? SITയുടെ അന്വേഷണത്തിലുപരി ഇഡി കൂടി അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം ഇഡിക്ക് പ്രത്യേക പരിധികളൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവർക്ക് അല്പം കൂടി വിശാലമായ തരത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. SITയുടെ അന്വേഷണത്തിൽ കടന്നുകയറരുത്, സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ആ സാമ്പത്തിക ഇടപാടുകളുടെ വ്യാപ്തി എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളിലേക്ക് ഏതൊക്കെ അക്കൗണ്ടുകളിലൂടെ പണം കൈമാറിയിട്ടുണ്ട്, വിദേശയാത്രകൾ, അതിൻ്റെ കാരണങ്ങൾ, ഇതിലേക്കൊക്കെ പോകുമ്പോൾ അല്പം കൂടി ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്കല്ലേ വരുന്നത്. അത് കൃത്യമായി സ്വർണ്ണ കവർച്ചയിൽ ഒരു വലിയ വഴിത്തിരിവിലേക്ക് എത്തുമെന്ന് തന്നെയല്ലേ നമുക്കും കരുതേണ്ടത്? അതെ, തീർച്ചയായിട്ടും ഇന്നത്തെ കേരള ഹൈക്കോടതിയുടെ വിധി സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും. നേരത്തെ ശ്രീ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ 2-3 ആഴ്ച മുമ്പ് ഇതിന്റെ ഒരു അന്താരാഷ്ട്ര ബന്ധത്തിനെ പറ്റി ഒരു സൂചന നൽകുകയുണ്ടായി. ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു വിഗ്രഹമോഷണ സംഘവുമായി സുഭാഷ് ഗുപ്ത എന്ന് പറയുന്ന ഒരാളിനെ പറ്റിയൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായിട്ടൊക്കെ ശബരിമലയിലെ ഈ മോഷണത്തിന് ബന്ധമുണ്ട് എന്നുള്ളൊരു സൂചന ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടായതാണ്. ഇത് ഇഡിയുടെ ഒരു അന്വേഷണം കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ NIAയ്ക്കും ഒരു പരിധി വരെ ഈ കേസിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കടലിനും ചെകുത്താനും ഇടയിൽ കൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടന്നു പോകുന്നത്. കാരണം ഇതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, ഇതിന് നിയമപരമായ കാരണങ്ങളുണ്ട്. രാഷ്ട്രീയപരമായ കാരണങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിലെ SIT ആണെന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ളൊരു വകുപ്പൊന്നുമല്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് SIT എന്ന് പറയുന്ന ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ശബരിമല കേസിന്റെ അന്വേഷണമൊക്കെ തീർന്നു കഴിഞ്ഞാലും ഇവർ ചെന്ന് ചേരേണ്ട ഇടം ആഭ്യന്തര വകുപ്പിൽ തന്നെയാണ്. ആ സമയത്ത് ഇവരോട് എങ്ങനെ ഇടപെടുമെന്നൊരു പേടി അവർക്കുണ്ടാകാം. ആ സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതിയോടെ എപ്രകാരം ഇടപെടണമെന്നുള്ള കാര്യത്തിൽ ആശങ്കയും ഉണ്ടാകാം. അതുകൊണ്ട് SIT കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. നമ്മൾ ഈ കേസിന്റെ നാൾവഴികൾ ശ്രദ്ധിക്കുമ്പോൾ ധാരാളം ആൾക്കാർ ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഒരു പ്രതിയാണ് കേസിൽ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പത്മകുമാറിനെ മാത്രമാണ് നാളിതുവരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും ഈ കേസിന്റെ അന്വേഷണം ചെന്നെത്തിയിട്ടില്ല. ശ്രീ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദേവസ്വത്തിന്റെ പ്രസിഡന്റിന് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ ഒക്കില്ല. ഒരു ക്യാബിനറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കൂട്ടായ്മയാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ആ 3 പേരുടെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ മോഷണം നടന്നിട്ടുള്ളത് എങ്കിൽ ഈ 3 പേരും തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്തേക്ക് വരേണ്ടതും അവരെ 3 പേരെയും ഒരേപോലെ അറസ്റ്റ് ചെയ്യേണ്ടതുമായിരുന്നു. പക്ഷേ SITക്ക് അത് സാധിച്ചിട്ടില്ല. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഇരുട്ടടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അവർക്കുണ്ടായിട്ടുള്ളത്. ഇത് പത്മകുമാറിന്റെ മുകളിലോട്ടുള്ള രാഷ്ട്രീയ മേലാളന്മാരിലേക്ക് അന്വേഷണം ചെന്നെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി SITയുടെ വെങ്കടേഷിനെ ഒക്കെ വിളിച്ചു വരുത്തി സംസാരിച്ചതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ചിലപ്പോൾ കടകംപള്ളിയിലേക്ക് നീളുമായിരിക്കും. പക്ഷെ ആ നീളുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരുമ്പോൾ SITക്ക് ധാരാളം പരിമിതികൾ ഈ കേസിനകത്തുണ്ട്. നാളിതുവരെ 6 പേരെ മാത്രമാണ് അന്വേഷണത്തിൽ പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാക്കി പ്രതികൾക്കൊക്കെ ധാരാളം അവസരം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് തെളിവുകൾ നശിപ്പിക്കാൻ. നമുക്കറിയാം ഒരു കുറ്റത്തിൽ ഒരാളെ ഒരു കുറ്റാരോപിതനാണ് എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? തനിക്കെതിരെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെളിവുകൾ നശിപ്പിക്കാനായിരിക്കും ഏത് പ്രതിയും ആദ്യമേ ശ്രമിക്കുക. ഈ കേസിലും അപ്രകാരമുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ദിനം പ്രതി വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കെതിരെ അവശേഷിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകളെ തീർച്ചയായിട്ടും നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതിനുള്ളൊരു അവസരം SIT ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിൽ ഇതുവരെയുള്ള നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കുന്നത്. ജയശ്രീ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ഉണ്ട്. അവരുടെ ശാരീരിക അവശതകൾ നിമിത്തം അവരുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഈ പത്മകുമാറും ജയശ്രീയും അടുത്ത ബന്ധുക്കൾ കൂടിയാണ്. ഇതുവരെ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരുന്നൊരു വാസ്തവമായ കാര്യമാണിത്. ജയശ്രീയും പത്മകുമാറും അടുത്ത ബന്ധുക്കളാണ്. ഈ ബന്ധുക്കളായിട്ടുള്ള പ്രതികൾ ഇതിനകത്ത് ഉൾപ്പെടുമ്പോൾ അവരുടെ ഗൂഢാലോചന എപ്രകാരമായിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ അക്കാലത്തെ അംഗങ്ങളായിരുന്ന ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയിലേക്കും ഉടൻ തന്നെ അന്വേഷണം എത്തിച്ചേർന്നാൽ മാത്രമേ അടുത്ത പടിയായിട്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ കേസിന്റെ അന്വേഷണം ചെന്നിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എൻഫോഴ്സ്മെന്റ് ED അന്വേഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഇതിന്റെ അന്താരാഷ്ട്ര ഗൂഢാലോചന, ഇതിനകത്ത് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ പ്രതികളുടെ വിദേശ യാത്രകൾ, യാതൊരു രൂപയും നാളിതുവരെ ഇൻകം ടാക്സ് കൊടുക്കാതിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ധാരാളം വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇത്രമാത്രം സ്പോൺസർഷിപ്പിന് കഴിവും പ്രാപ്തിയും ഉള്ള ഒരു വ്യക്തി 1 രൂപ പോലും ടാക്സ് അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണ്? ഇവരുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഇവരുടെ സാമ്പത്തിക അവസ്ഥ, അതിനുശേഷം നിലവിലുള്ള ഇവരുടെ സാമ്പത്തിക അവസ്ഥ, ഇവരുടെ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വേണം. അന്താരാഷ്ട്ര ബന്ധമുള്ള ഈ വിഗ്രഹക്കടത്ത് ലോബിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് NIAയുടെ അന്വേഷണ പരിധിയിലും കൊണ്ടുചേരാൻ സാധ്യതയുള്ളൊരു കേസ് തന്നെയാണ്. അതുകൊണ്ട് ഈ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയും ഉടൻ തന്നെ ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയും ചെയ്താൽ കൃത്യമായ രീതിയിൽ ഇതിന്റെ അന്വേഷണം അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് സത്യമാണ്. അതിനുള്ള സാവകാശം ഈ കേസിനകത്ത് ഉണ്ടായിട്ടില്ല. അതെ, ശ്രീ അനിൽ വിളയിൽ, ഇനി ഒരു 6 ആഴ്ചത്തെ കൂടി സമയം ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട് SITക്ക്. SIT അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഇനിയും അല്പം കൂടി വിശാലമായ തലത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്, തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇനിയും കൂടുതൽ സമയം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന ചില വിമർശനങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം അറസ്റ്റിലാകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി, തുടർന്ന് മുരാരി ബാബു, KS ബൈജു, സുധീഷ് കുമാർ, N വാസു, പത്മകുമാർ, ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനിടയിൽ പ്രതിപട്ടികയിൽ വന്ന മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഇവരിൽ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നീളുമ്പോൾ ഇനി വിശാലമായൊരു അന്വേഷണത്തിലേക്ക് കൂടി അല്പം കൂടി കാലം കൊടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായ ദിശയിലേക്ക് തന്നെ എത്തി ഇതിന് ചുക്കാൻ പിടിച്ച രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമോ? അതോ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം നിലവിൽ അലട്ടുന്നത് പോലെ തന്നെ ഇനി വരും കാലങ്ങളിലും SITയെ അലട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അവിടെയാണ് EDയുടെ പ്രസക്തി. ED കൂടി കടന്നു വരുന്നതോടുകൂടി ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇനി ഹൈക്കോടതിക്ക് മുൻപിൽ സമർപ്പിക്കുമ്പോൾ EDയുടെ കണ്ടെത്തലുകൾ കൂടി ഇതിന് ഉപോത്ബലമാകുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അത് കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുകയല്ലേ? അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ അന്വേഷണ ഏജൻസി കടലിലും ചെകുത്താനും ഇടയിൽ തന്നെയാണ്. അവരുടെ രാഷ്ട്രീയ മുതലാളിമാർ ഒരു വശത്ത് നിൽക്കുകയും അപ്പുറത്ത് വടിയെടുത്തുകൊണ്ട് ഹൈക്കോടതി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അന്വേഷണമാണ് ഈ കേസിൽ ഈ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് രാഷ്ട്രീയ മുതലാളിമാരിലേക്ക് ഇതിന്റെ അന്വേഷണം ചെന്നെത്തുക തന്നെ വേണം. കാരണം ഈ പത്മകുമാറോ വാസു എന്ന് പറയുന്ന 2 വ്യക്തികൾക്കോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ ഒരു സുധീഷ് കുമാറിനോ മുരാരി ബാബുവിനോ ഒന്നും മാത്രമായിട്ട് ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ഒരു വലിയ തട്ടിപ്പ്, കോടാനുകോടി രൂപയുടെ ഇടപാട് നടന്ന ഒരു തട്ടിപ്പിൽ പങ്കാളികളാവാൻ സാധിക്കില്ല. അതിന് തീർച്ചയായിട്ടും മന്ത്രിതലത്തിലുള്ള ഒരു വ്യക്തിയുടെ സഹായം കൂടി ഉണ്ടാകണം. നമ്മൾ ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ 2018-19 കാലയളവിൽ ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. കാരണം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 നിലപാടായിരുന്നു. ഇന്നത്തെ SIT അനുഭവിക്കുന്ന ഒരു വേദന അക്കാലത്ത് പത്മകുമാറും അനുഭവിച്ചിരുന്നു. എന്താന്ന് പറഞ്ഞാൽ, ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഒരു പരിധി വരെ ചിന്തിച്ചിട്ടുണ്ട്. യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിന് എതിരായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അക്കാലത്തെ പ്രവർത്തനങ്ങൾ തരുന്ന സൂചന. അതേപോലെ തന്നെ സർക്കാരിനെയും അദ്ദേഹത്തിന് പിടക്കാൻ സാധിക്കില്ലായിരുന്നു. ആ സമയത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലും രാഷ്ട്രീയ മുതലാളിമാരുടെ അപ്രീതിക്ക് ഇടയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദേവസ്വത്തിന്റെ മന്ത്രി അറിയാതെ ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള ഒരു കൊള്ളയും ഒരു മോഷണവും ഒരു പിടിച്ചുപറിയും നടത്താൻ പത്മകുമാറിന് സാധിക്കില്ലായിരുന്നു. അത് വാസു സർക്കാർ അക്കാര്യത്തിന് വേണ്ടി നിയോഗിച്ചു. പത്മകുമാറിനെ സമ്മർദ്ദം ചെലുത്തി ഇക്കാര്യങ്ങൾ ചെയ്യിക്കാൻ വാസു എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം.
അതുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം തീർച്ചയായിട്ടും SITക്ക് മാത്രമായി നടത്താൻ സാധിക്കില്ല. കാരണം അവർക്ക് രാഷ്ട്രീയപരമായ ധാരാളം സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾ താങ്ങാനുള്ള കഴിവും ശേഷിയും ശേമുഷിയും ഉള്ളവരാണോ SIT എന്നുള്ളത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ അന്വേഷണം ഈ 6 പേരിലായിട്ട് അവസാനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. കാരണം അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ പല അന്വേഷണങ്ങളും നമ്മൾ നോക്കൂ. നമ്മുടെ ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ വരെ എത്തി നിന്നൊരു അന്വേഷണമുണ്ട്. അതിന് മുകളിലോട്ട് അന്വേഷണം പോയില്ല. ഇതേപോലെ തന്നെ വളരെ ചർച്ച ചെയ്ത കേസുകളായിരുന്നു. ശിവശങ്കറിന്റെ മുകളിലേക്ക് 1 ഇഞ്ച് പോലും പോയില്ല. അതേ ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടാകില്ലെന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മനസാക്ഷി SITക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം മുകളിലോട്ട് പോകും. അതുകൊണ്ട് ആ സാഹചര്യത്തില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും ഈ കേസിനകത്ത് ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികളെ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. കാരണം അത്രമാത്രം ഒരു അന്താരാഷ്ട്ര ബന്ധം ഈ കൊള്ളയ്ക്കുണ്ട്. ഇന്നൊരു കേരള സംസ്ഥാനത്തെ കേരള സർക്കാർ അല്ല ഭരിക്കുന്ന, ഒരു കൊള്ള സർക്കാരാണ്. അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കൊള്ള സർക്കാരിന്റെ പ്രധാനപ്പെട്ട നയവും ലക്ഷ്യവും. ഏത് മാർഗത്തിലും പൈസ ഉണ്ടാകുക, അത് കിഫ്ബി ബോണ്ട് ആയിക്കൊള്ളട്ടെ, ശബരിമല ആയിക്കൊള്ളട്ടെ, കരുവന്നൂർ ബാങ്ക് ആയിക്കൊള്ളട്ടെ, ഏത് മാർഗത്തിലും അവരുടെ പാർട്ടി വളർത്തുക, സഖാക്കന്മാർക്ക് സുഖിച്ച് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഏത് പ്രവൃത്തിയും ചെയ്യാനുള്ള ഒരു തന്റേടവും നാണമില്ലായ്മയും ഉള്ള കൊള്ള സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് SITയുടെ അന്വേഷണത്തിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ OP ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം CBIക്ക് വിടണം, CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കേസിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് ഇത് CBIക്കോ NIAക്കോ വേണമെങ്കിൽ വിടാം. NIAയുടെ നിയമം അനുസരിച്ചുകൊണ്ട് ഇതൊരു അന്താരാഷ്ട്ര കടത്തുണ്ട്, വിഗ്രഹക്കടത്തുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തൽ ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഈ രാജ്യത്തിന്റെ ഒരു മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ആസ്പെക്ട് ഉള്ള കാരണത്താൽ ഈ കേസിന്റെ അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ NIAക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് NIAയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. അയ്യപ്പ ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ച യഥാർത്ഥ കള്ളന്മാരെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കണം. മറ്റൊരു കാര്യം കൂടുണ്ട്. ഇതിനകത്ത് LDFും UDFും തമ്മിൽ ഒളിച്ചുകളി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബലാത്സംഗ കേസിന്റെ മറവിൽ ശബരിമലയിലേക്ക് കൊള്ളയെ മുക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ 2-3 ദിവസമായി നടക്കുന്നുണ്ട്. എല്ലാവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണുപിടിയന്റെ പിറകെ പോകുന്നത് കൊണ്ട് ശബരിമല ഇഷ്യൂ ഒരു പരിധി വരെ തെരഞ്ഞെടുപ്പ് വരെ മറച്ചു വെക്കാൻ സാധിക്കും. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര പ്രയാസം? എന്താണ്? ഇങ്ങനെ മാനിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാനിനെ പിടിക്കത്തില്ല. കാരണം മാനിന്റെ പുറകെ ഓടുന്ന വാർത്തകൾ സമൂഹത്തിൽ എപ്പോഴും ഇങ്ങനെ നിലനിൽക്കണം. അതിന്റെ മറവിൽ ശബരിമലയിലെ കൊള്ള മറക്കണം എന്നുള്ള ഒരു ഗൂഢാലോചന ചില കോണുകളിൽ നിന്നുണ്ട് എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് 100% ഉറപ്പാണ് SITക്ക് മാത്രമായിട്ട് ഈ കേസ് അന്വേഷിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട്, അന്താരാഷ്ട്ര ഹവാല ഇടപാടുകളുണ്ട്, അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് ലോബിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര ഈ വിഗ്രഹ കടത്ത് ലോബിയുടെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൽ കൂടി അന്വേഷണം വന്നാൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പോകും. നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ദുബായിലും മറ്റും പോകുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ കാരണങ്ങൾ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ 10-40 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി 1 രൂപ പോലും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അന്നേരം അദ്ദേഹത്തിന്റെ ഈ വിദേശ യാത്രകളുടെ എന്താണ് ആ ദുരൂഹത എന്നുകൂടി അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ കണക്ട് ചെയ്തു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും ഈ കേസ് കാര്യക്ഷമമായി അന്വേഷിക്കുകയാണെങ്കിൽ SITയുടെ അന്വേഷണം നടക്കട്ടെ. അവർക്കൊരു പരിധിക്ക് അപ്പുറം ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്.